നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ബജറ്റിൽ പ്രഖ്യാപിച്ച നാട്ടുചികിത്സാ ഇൻസ്റ്റിറ്റ്യൂട്ട് വേഗം തുടങ്ങണമെന്ന് പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനായി 1 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള ബജറ്റ് തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കണം. പാരമ്പര്യ വൈദ്യന്മാരെ ബജറ്റിൽ പരിഗണിച്ച സർക്കാരിന്റെ നടപടി അഭിനന്ദനീയമാണെന്നും പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതി സംസ്ഥാന പ്രസിഡന്റ് TJ സുലൈമാൻ വൈദ്യർ പറഞ്ഞു. പാരമ്പര്യ നാട്ടുവൈദ്യന്മാരെയും നാട്ടുചികിത്സയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാട്ടുചികിത്സാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള ബജറ്റ് തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതി സംസ്ഥാന പ്രസിഡന്റ് TJ സുലൈമാൻ വൈദ്യർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാരമ്പര്യ വൈദ്യന്മാരെ ബജറ്റിൽ പരിഗണിച്ച സർക്കാരിന്റെ നടപടി അഭിനന്ദനീയമാണ്. ഭാരതീയ നാട്ടുവൈദ്യത്തെ പരിപാലിച്ചും പ്രായോഗികമാക്കിയും കൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടണം. വിശ്വപ്രസിദ്ധ ചികിത്സാ സമ്പ്രദായമായ ഭാരതീയ ചികിത്സാ സമ്പ്രദായം സംരക്ഷിക്കണമെന്നും TJ സുലൈമാൻ വൈദ്യർ ആവശ്യപ്പെട്ടു. പല ഉത്തരവുകളിലൂടെ കേരളത്തിൽ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകളായി ആയുർവേദം എന്ന നാട്ടുവൈദ്യത്തെ ഇവിടെ നിലനിർത്തിയത് കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്മാരാണ്. അപ്പോൾ അവരുടെ നിലനിൽപ്പിനെ മാരകമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നോണം നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ബജറ്റ് പ്രസംഗത്തിൽ നാട്ടുവൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും നാട്ടുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ വേണ്ടി 1 കോടി രൂപ മാറ്റിവെക്കുന്നുവെന്നും പറഞ്ഞത് കേരളത്തിലെ ആയിരക്കണക്കിന് പാരമ്പര്യ വൈദ്യന്മാർക്കും അവരെ ആശ്രയിച്ച് ഉപജീവനം നടക്കുന്ന 10,000-കണക്കിന് ആളുകൾക്കും വളരെ ആശ്വാസജനകമാണ്. അപ്പം അതിന് ആ ഗവൺമെൻറ്റിനെ, ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ NE പവിത്രൻ ഗുരുക്കൾ, ചന്ദ്രമതി S വൈദ്യർ, K സന്ദീപ് വൈദ്യർ, രാജൻ കൈനി എന്നിവരും പങ്കെടുത്തു.